ഞാൻ കളഞ്ഞിട്ട് പോയ ദുഃഖത്തിൽ നീ കെട്ടിത്തൂങ്ങി ചത്തു കാണുമെന്നാണല്ലോ കരുതിയത്. കുറെ അന്വേഷിച്ചു നിന്നെ, കൂടെ പൊറപ്പിക്കാനൊന്നുമല്ല കേട്ടോ. ചത്തില്ലെങ്കിൽ എന്റെ വകയായിട്ട് തന്നെ അങ്ങ് കൊന്ന് അവസാനിപ്പിക്കാൻ. അപ്പൊ നീ ചത്തില്ലായിരുന്നു അല്ലേ? നിന്നെ പോലൊരു മൃഗം സുഖിച്ചു ജീവിക്കുമ്പോ ഞാനങ്ങനെ ചാവാൻ പാടില്ലല്ലോ. നിന്റെ വീറും വാശിക്കും ഇപ്പോഴും ഒരു കുറവുമില്ല. നിന്റെ വർത്തമാനത്തിന് മാത്രമല്ല, നിനക്കും ഒരു മാറ്റവും ഇല്ലല്ലോ. എല്ലാം പഴയ പോലെ തന്നെ. അല്ല, നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വയറ്റിലുണ്ടായിരുന്ന ആ സന്തതി എവിടെ? അതും ജീവനോടെ ഇരിപ്പുണ്ടോ? അതോ ഞാൻ കൈയൊഴിഞ്ഞപ്പോ തന്നെ നീയും അതിനെ വേണ്ടെന്ന് വെച്ചോ? സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെ തനിക്ക് കൊന്നൊഴിവാക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ അതിനുള്ള മനസ്സ് എനിക്കില്ല. ഞാൻ എന്ത് ചെയ്താലും ദൈവം അവന്റെ ജീവൻ എടുക്കില്ല. കാരണം അത് ഈശ്വരൻ പോലും നിന്നോട് ക്ഷമിച്ചതുപോലെ ആയിപ്പോവില്ലേ? അവനെ 10 മാസം ഈ വയറ്റി ചുമന്ന് ഞാൻ അവനെ പ്രസവിച്ചു. ഇപ്പോ താൻ ചിന്തിക്കുന്നതിലപ്പുറമുള്ള ആണൊരുത്തന അവനിപ്പോ. പേടിക്കണ്ടെന്ന് ഞാൻ പറയില്ല, ഭയക്കണം. നന്നായിട്ട് തന്നെ താൻ ഭയക്കണം ചന്ദ്രബോസെ. കാരണം ഞാനും എന്റെ മോനും ഇവിടെ ഈ നാട്ടിൽ തന്നെ ഉണ്ടോ. നിന്റെ മുന്നിലേക്ക് ഒരു ദിവസം അവൻ വരും CKC. അന്ന് പലതിനും മറുപടി പറയേണ്ടി വരും തനിക്ക്. തീർക്കും അവൻ തന്റെ സമാധാനം. സമാധാനം മാത്രമല്ല, ചന്ദ്രബോസ് എന്ന വൃത്തികെട്ട മൃഗത്തെ തന്നെ അവസാനിപ്പിക്കുവൻ എന്റെ മോൻ. അവനിപ്പോ എവിടെയുണ്ട്? പറഞ്ഞു തരില്ല ഞാൻ. ഒരു ദിവസം നിന്റെ മുന്നിൽ വന്നിരിക്കും അവൻ. ഓട്ടോ ഓട്ടോ ഓട്ടോ. നേരെ പോട്ടെ. ഇങ്ങനൊരു കാര്യം ജ്യോതിർമയി അറിഞ്ഞാൽ അതോടെ തീർന്നു. ഇല്ല നിർമ്മലേ, ഇനി നീയും നിന്റെ മോനും ഈ ഭൂമിയിൽ കാണില്ല. അതിന് ഞാൻ എന്തും ചെയ്യും.